വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. വീണ്ടും ഒരു പുതിയ വീഡിയോവുമായി വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സ്നാക്ക് അല്ലെങ്കിൽ ഒരു പലഹാരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ സസ്പെൻസ് വിളിക്കുന്നില്ല, നമുക്ക് ഒരു വീഡിയോയിലേക്ക് പോകാം. അതിനായി നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്യാനുണ്ട്. വരും നമുക്ക് ഗ്രേറ്റ്. ക്യാരറ്റ് ഒരു ഗ്രേറ്ററിൽ ഒന്ന് നീളത്തിൽ അരിഞ്ഞ് ഒരു ബൗളിലേക്ക് ഇടുക കേട്ടോ. ക്യാബേജും അതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത് ബൗളിലേക്ക് മാറ്റുക കേട്ടോ. ബീട്രൂട്ടും അതേപോലെ നീളത്തിൽ മുറിച്ചെടുക്കുക കേട്ടോ. ഗ്രേറ്റർ ഇല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് നീളത്തിൽ മുറിച്ചാൽ മതി. വലിയ ഉള്ളിയും അതേപോലെ നീളത്തിൽ മുറിച്ചെടുക്കുക കേട്ടോ. എല്ലാം ഓരോന്ന് മതിയാവും കേട്ടോ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നവരും എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ഐക്കോൺ കൂടി പ്രസ് ചെയ്യൂ. ആളെന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിലേക്ക് 2 പച്ചമുളക് കൂടി നല്ലോണം ചെറുതായി നീളത്തിൽ അരിഞ്ഞിടുക കേട്ടോ. അതിൽ ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടിയും ഇടുക കേട്ടോ. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൽ ഞാനൊരു 1/2 കപ്പ് കടലമാവും അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓപ്ഷനിലാണ്. വേണ്ടവർക്ക് ഗോതമ്പ് പൊടി ഇടാം, മൈദ ഇടാം, റവ ഇടാം, അതിലേത് വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. എല്ലാം കൂടി ഒന്ന് നല്ലോണം യോജിപ്പിക്കുക. യോജിപ്പിച്ചിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെള്ളം ഒരുപാട് ഒഴിക്കരുത്, കുറച്ചായിട്ട് ഒഴിക്കണം. നല്ല ലൂസാവാൻ പാടില്ല കേട്ടോ. ഒരു പാൻ ചൂടായ ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് ഇതെല്ലാം ചുട്ടെടുക്കുക കേട്ടോ. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ മറ്റേ സൈഡിലേക്ക് മറിച്ചിടുക. എന്നിട്ട് ഒത്തിരി കൂടി ഓയിലൊന്ന് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഓയിലൊന്നും അതിന് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി വെജിറ്റബിൾ പാറ്റീസ് റെഡിയാണ്. സോ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. എസ്പെഷ്യലി വെജിറ്റബിളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഇതെല്ലാം ചുട്ടെടുക്കാം കേട്ടോ. ഇത് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ മാവിൽ കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചെടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് ലൂസാവരുത്, കൺസിസ്റ്റൻസി കുറച്ച് തിക്കായിരിക്കണം. എന്നിട്ട് ഒരു ചൂടുള്ള ദോശക്കല്ലിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് ചുട്ടെടുക്കുക കേട്ടോ. വീണ്ടും ബാക്കിയുള്ള മുട്ട കൂടി ഇതുപോലെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഒരു അടിപൊളി മുട്ട വെജ് ഓംലെറ്റ് തയ്യാറാണ്. അതിന് പുതിയ പേര് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം കേട്ടോ. ഹാപ്പി കുക്കിംഗ്. ഹലോ വ്യൂവേഴ്സ്, ഇപ്പോൾ നമ്മൾ വെജ് പാറ്റീസൊക്കെ ചെയ്ത് കഴിഞ്ഞു. അത് നല്ല കളർഫുള്ളായിട്ടില്ലേ കാണാൻ? അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുവഴി കഴിപ്പിക്കുകയും ചെയ്യുക. കളർഫുള്ളുമാണ് കാണാനും. ഓക്കെ, പിന്നെ നമുക്ക് അതിന് വേറെ സ്പെഷ്യലായിട്ടൊരു സൈഡ് ഡിഷ് വേണമെന്നൊന്നുമില്ല, അങ്ങനെ തന്നെ കഴിക്കുകയും ചെയ്യുക കേട്ടോ. പിന്നെ അതിൽ ഉള്ളിൽ നമ്മൾ ഇടുന്ന ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ഇപ്പോൾ കടലമാവിന് നമുക്ക് വേറെ റവയോ അരിപ്പൊടിയോ അതൊക്കെ അവരവരുടെ ചോയ്സിൽ നമുക്ക് മാറ്റാം കേട്ടോ. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഹാപ്പി കുക്കിംഗ്.